ബാ ഇങ്ങോട്ടേക്ക്. തക്കട് മണി വാ. കം 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 ഹിയർ. ഇഷിക കം ഹിയർ. ഇഷിക കം ഹിയർ. എല്ലാവർക്കും വലിയൊരു ഗുഡ് മോർണിംഗ്. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സാമ്പാറാണ്. എങ്ങനെ ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന്. അതിന് ഞാൻ ഒരുവിധം എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, കറിവേപ്പില, ഉരുളക്കിഴങ്ങ്, കോവക്ക, വെണ്ടക്ക, ക്യാരറ്റ്, പയർ, പിന്നെ നിങ്ങൾ എടുത്ത് എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ ഉപയോഗിച്ചുള്ളൂ. ഞാൻ പൊടിയിട്ട സാമ്പാറാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രഷർ കുക്കറിൽ എങ്ങനെ എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാമെന്ന്. എൻ്റെ പ്രിപ്പയർ പുളിയാണ് എടുത്തത്. ഒരു ചെറിയൊരു പുളി, ഒരു കാൽ കപ്പോളം പരിപ്പ്. നമുക്ക് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ്. പയർ, പിന്നെ കോവക്ക, പച്ചമുളക്, 2 പച്ചമുളക് ഉപയോഗിക്കുന്നുള്ളൂ, പിന്നെ തക്കാളി, പിന്നെ ഉള്ളി, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഇതിനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. വെണ്ടക്ക ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, അത് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. വെണ്ടക്ക ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ്. സൈഡിലേക്കൂടെ എൻ്റെ ക്യാബേജ് തോരൻ്റെ പ്രിപ്പറേഷനും കൂടി നടക്കുന്നുണ്ട്. ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്ന അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം നമ്മുടെ പ്രഷർ കുക്കർ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏകദേശം എൻ്റെ പ്രഷർ കുക്കറിൽ ഒരു 4 വിസിലോളാണ് എടുത്തിട്ടുണ്ടായത്. ആദ്യം ഒരു വലിയ വിസിൽ, പിന്നെ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വിസിലെടുത്തത്. ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് തക്കടുമണി രാവിലെ തന്നെ ഡാൻസ് കളിയിലാണുള്ളത്. സാമ്പാറൊക്കെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ പുളിവെള്ളവും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഞാനൊരു 3 കഷ്ണം വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ, അതും ആഡ് ചെയ്തു. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം
കറി ലീവ്സ് ആഡ് ചെയ്യാം, കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഞാൻ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടി അല്ലെങ്കിൽ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇന്ന് ഞാൻ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടി യൂസ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മുളക് പൊടി യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതും കൂടി ഇട്ടിട്ട് ഞാനിത് ചൂടാക്കിയിട്ട് ഇതിലേക്ക് താളിച്ചത് ഒഴിച്ചു. അതിന് ശേഷം ഞാൻ തിളച്ചതിന് ശേഷമാണ് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്തത്. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. സാമ്പാറിന് നല്ല തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ റെഡിയായി. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്വാദുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്, കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ കഷ്ണങ്ങളും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതിൽ മത്തനും ആഡ് ചെയ്യാറുണ്ട്. തക്കുടു ഇപ്പം നല്ല കളിയിലാണുള്ളത്. അവൾക്ക് ദോശയും സാമ്പാറും കൊണ്ടുവന്നത് അവൾ കണ്ടു. അതിങ്ങനെ ചുറ്റി ഓടി കളിക്കുകയും ചെയ്യുന്നത് കളി. അപ്പം ഞാനിനി അവളെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഗോതമ്പ് ദോശയും പിന്നെ സാമ്പാറും കൊണ്ടാണ് കൊടുക്കുന്നത്. അവൾക്ക് ഇഷ്ടമാണ് സാമ്പാർ, ഇഷ്ടമാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാർ അവൾക്ക് പൊതുവേ ഇഷ്ടമാണ്. തേങ്ങ അരച്ച് കൂട്ടുന്നതിനേക്കാൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാമ്പാർ നമുക്ക് ഇഷ്ടം. സാമ്പാറും ദോശയും അവൾ കഴിച്ചു. ഗോതമ്പ് ദോശ മുട്ട കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അവളത് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു സാമ്പാർ. നന്നായി കഴിച്ചിട്ടുണ്ട് സാമ്പാറും ദോശയും കൂട്ടിയിട്ട്. ഇനി ഉച്ചയ്ക്ക് ലഞ്ചിനാണ് സാമ്പാറും ക്യാബേജ് ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് ലഞ്ച് മെനു ആയിരുന്നു. ഹസ്ബൻഡിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ സാമ്പാറും ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കിയത്. ഹസ്ബൻഡിന് കഴിച്ചിരുന്നു, ആർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആൾക്ക് കുറച്ച് സ്പൈസി ഫുഡാണ് ഇഷ്ടം. പക്ഷേങ്കിൽ മൂക്കധികം എരിവൊന്നും പറ്റൂലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും കഴിക്കാറുണ്ട്. അപ്പം ഞാനിന്ന് ഉച്ചക്ക് സാമ്പാറും ക്യാബേജ് തോരനും പിന്നെ സൈഡിലെടുത്തിട്ടുള്ളത് പ്രിങ്കിൾസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ടാറ്റ ടാറ്റ, ബൈ ബൈ, സീ യു. ടാറ്റ 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 ഉമ്മാ ടാറ്റ.